നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിഷുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതിഷത്തിലും വാസ്തുശാസ്ത്രത്തിലും ഏലയ്ക്ക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഉത്തമമായ ഒന്നാണ് ഏലയ്ക്ക. ദോഷപരിഹാരത്തിനും നല്ല ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ഏലക്ക ഉപയോഗിക്കുന്നു. വീട്ടിലെ പോസിറ്റീവ് ഊർജ്ജം നിലനിർത്താൻ വേണ്ടി കുറച്ച് ഏലക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം വീടിൻ്റെ എല്ലാ ഭാഗത്തും തെളിക്കുന്നത് ദോഷങ്ങൾ അകലാനും ഊർജം വർദ്ധിക്കാനും സഹായിക്കുന്നു. ഏലക്കായ ജ്യോതിഷത്തിൽ ശുക്രൻ്റെയും ബുധൻ്റെയും അധിപനാണ് കണക്ക്. ഇത് മാനസിക വ്യക്തതയും വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം കൂട്ടാനും ബിസിനസ്സിൽ വിജയം നേടാനുമെല്ലാം ഏലക്ക ഉപയോഗിക്കുന്നു. പേഴ്സിൽ അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ കുറച്ച് ഏലക്ക സൂക്ഷിക്കുന്നത് ധനത്തെ ആകർഷിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഏലക്ക ശനി, രാഹു, കേതു ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് ഏലക്ക സമർപ്പിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഉത്തമമാണ്. അതുപോലെ അല്പം ഏലക്ക പൊടിച്ച് നെയ്യിൽ ചാലിച്ച ശേഷം വൈകുന്നേരം വീട്ടിൽ പുകയ്ക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യുവാനും സമാധാനം കൊണ്ടുവരാനും സഹായിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ പാലിൽ ഏലക്ക ചേർത്ത് കുടിക്കുന്നത് പ്രണയബന്ധങ്ങൾ ദൃഢതയ്ക്കും സന്തോഷം കൊണ്ടുവരാനും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അഭിമുഖങ്ങളോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ പോകുമ്പോൾ അല്പം ഏലക്ക സൂക്ഷിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. പുതിയ വീടിൻ്റെ കിച്ചണിൽ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിൽ ഒരു ചെറിയ പാത്രത്തിൽ 5 മുതൽ 7 വരെ ഏലക്ക സൂക്ഷിക്കുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സഹായിക്കും. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ബുധനാഴ്ചകളിൽ ഗണപതിക്ക് ഏലക്ക സമർപ്പിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഏലക്ക കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ഏലക്കയ്ക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.